ദിവസങ്ങൾക്കുള്ളിൽ സ്കൂൾ തുറക്കും. 120ഓളം കുട്ടികളാണ് ഈ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കേണ്ടത്. പക്ഷേ ആ കുരുന്നുകൾക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാൻ സാധിക്കുമോ? ഇല്ല. അതിന് തെളിവ് ഈ ദൃശ്യങ്ങളാണ്. പലയിടങ്ങളിലും മേൽക്കൂരയിലെ ഓട് പൊട്ടിയിരിക്കുന്നു. ചോർച്ച ഒഴിവാക്കാൻ വേണ്ടി അധ്യാപകർ ഇടപെട്ട് ടാർപോളിൽ വലിച്ചു കെട്ടിയിരിക്കുകയാണ് മേൽക്കൂരയിൽ. രക്ഷിതാക്കളൊക്കെ വലിയ ആശങ്കയിലാണ്. കുട്ടികളെ ആ സ്കൂളിലേക്ക് എങ്ങനെ പറഞ്ഞയക്കാൻ കഴിയുമെന്നുള്ള ആശങ്കയിൽ പുനലൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നഗരസഭയുടെ മൂക്കിന് താഴെ ഒരു വിദ്യാലയം ഇങ്ങനെ നിൽക്കുന്നു എന്നത് അങ്ങേയറ്റം ദുഃഖകരമായൊരവസ്ഥയാണ്. ഈ കാണുന്നതാണ് പുനലൂർ നഗരസഭാ കെട്ടിടം. ആ കെട്ടിടത്തിൽ നിന്ന് നോക്കിയാൽ ഈ സ്കൂളിൻ്റെ ശോച്യാവസ്ഥ കാണാൻ സാധിക്കും. ഈ സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ നിയോഗിക്കപ്പെട്ട സ്ഥാപനം കൂടിയാണ് പുനലൂർ നഗരസഭ. 50,000 രൂപ മുടക്കിയാൽ ഇവിടുത്തെ ചോർച്ച പരിഹരിക്കാനാകും. എന്നാൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ അതിന് തയ്യാറാകുന്നില്ല. അവർ ആരോടുമുള്ള വാശി തീർക്കുകയാണ്. സ്കൂളിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതാണ് നഗരസഭ അധികൃതരെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് നഗരസഭയ്ക്ക് 50 മീറ്റർ പോലും ദൂരെയല്ലാത്ത ഈ സ്കൂളിനെ അവഗണിക്കാൻ കാരണവും. ആ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ ഈ ചാനലിന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുമ്പേ നമുക്ക് അതിന് പരിഹാരം കാണാമായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ആ പദ്ധതികളൊക്കെ ഈ പൊതുവിദ്യാലയത്തിനും വേണ്ടേ? മന്ത്രി പറയുന്നതിന് സമാനമായ രീതിയിൽ ഈ സ്കൂളും മാറേണ്ടേ? 5000 കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി മുടക്കിയത്. 5000 കോടി. പലരും റോഡ് സൈഡിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളെ കണ്ട് ഇത് ഹോട്ടലാണോ എന്ന്, 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. റൂമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.